ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ ഇപ്പോൾ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അഭിനേത ഒരു പ്രൊമോ നമ്മുടെ ചന്ദ്ര മാക്സിമം ശ്രമിക്കുക കേട്ടോ, നമ്മുടെ രവീന്ദ്രനെ കൊണ്ട് എങ്ങനെയും നമ്മുടെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് വിളിപ്പിക്കാനുള്ള ആ ഒരു കഠിന പ്രയത്നം തന്നെ നടത്തുന്നുണ്ട്. മരുമകൾ കോടീശ്വരിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെപ്പാടാകാണ്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ശ്രുതിയെക്കാളും വലിയ പണക്കാരിയാണെന്നാട്ടോ നമ്മുടെ ഭാമ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും അതാണല്ലോ യാഥാർത്ഥ്യം. ശ്രുതി വെറുതെ ആണെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയൂ. നമ്മുടെ വർഷ ഭയങ്കര കോടീശ്വരിയാണെന്നാണ് നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു വിശ്വാസമല്ല, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയും നമ്മുടെ ശ്രീകാന്തിനെയും നമ്മുടെ വർഷയും വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സെന്റി ഡയലോഗ് ഒക്കെ അടിക്കുവാണ്. ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ചതല്ലേ എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത്. അപ്പൊ രവീന്ദ്രൻ ആകെപ്പാട് ഇങ്ങനെ മനസ്സ് മാറി നിൽക്കുവാട്ടോ. ശരിയാണോ, ഒരു അമ്മയുടെ വേദനയാണോ ഈ കേൾക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചി വരുന്നുണ്ട്. ഇന്ന് ഞാൻ അവനെ ഒരു കടയിൽ വെച്ച് കണ്ടു. അവിടെ വെച്ച് എന്തൊരു അഹങ്കാരമാർന്നോ എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഒരിക്കലും അവനെ വീട്ടിൽ കയറ്റരുത് അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കെ, വീട്ടിൽ കയറ്റണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണ്, സച്ചിയേട്ടനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര രേവതി പറയുന്നത് ശരിയാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ രേവതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിൽ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രീകാന്തിന് ഈ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ. നമ്മളെല്ലാവരും ഉള്ളപ്പോൾ അവൻ വെറും അനാഥനെ പോലെ ജീവിക്കുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ, അച്ഛനൊരു ഉചിതമായ തീരുമാനം എടുക്ക് എന്ന് നമ്മുടെ രേവതിയും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെപ്പാടി സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ രേവതി പറഞ്ഞാല് നമ്മുടെ രവീന്ദ്രൻ കേൾക്കും എന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാം. അപ്പൊ ചന്ദ്രമതിക്ക് ആകെപ്പാടി ഇപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഇരിക്കും നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചിയുടെ മുഖത്ത് ആകെപ്പാടെ ഒരു കലിപ്പും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പണ്ടത്തെ അത്രയും ദേഷ്യം നമ്മുടെ സച്ചിന്റെ മുഖത്ത് ഇപ്പൊ കാണുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ, ഇനി നമ്മുടെ ശ്രീകാന്ത് വരുന്ന നിമിഷങ്ങളായിരിക്കുമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.